പ്രിയമുള്ളവരെ, മനസ്സ് തുറന്നൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിപ്പോയ ഒരു വാർത്ത ഇപ്പോൾ കാണാനിട വന്നു. നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യാം, ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ആ പ്രസ്തുത ന്യൂസ്. ഷർട്ട് ഇസ്തിരി ഇടാൻ മേശപ്പുറത്തിരുന്ന ഹെൽമറ്റ് താഴെ വെച്ചു. മർദ്ദനത്തിന് ഗോപു കണ്ടെത്തിയ കാരണങ്ങൾ. ഇതാണ് നമ്മുടെ ഗോപിയേട്ടൻ. അതായത് കൊച്ചിയിൽ പങ്കാളിയെ മർദ്ദിച്ചു എന്ന പരാതിയിൽ അറസ്റ്റിലായ യുവമോർച്ച നേതാവ് ഗോപുവിൻ്റെ ക്രൂരപീഡനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ ഞെട്ടിക്കുന്നവയാണ്. ഗോപുവിൻ്റെ ഷർട്ട് ഇസ്തിരി ഇടുന്നതിനായി മേശപ്പുറത്ത് ഇരുന്ന ഹെൽമറ്റ് താഴെ വെച്ചതിനായിരുന്നു അവസാനത്തെ മർദ്ദനം. 5 വർഷമായി ഗോപുവും ലിവിൻ പങ്കാളിയും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഭർത്താവുമായി വേർപിരിഞ്ഞ് 2021 മെയ് 15 മുതലാണ് യുവതി തൈക്കൂടത്തെ വാടക വീട്ടിൽ ഗോപുവും ഒത്ത് താമസം തുടങ്ങിയത്. മുൻ ഭർത്താവിനൊപ്പമാണ് യുവതിയുടെ മക്കൾ കഴിയുന്നത്. ഇവരെ കാണാനും യുവതിയെ ഗോപു അനുവദിച്ചിരുന്നില്ല. നിയമപരമായി ആദ്യ വിവാഹമെന്നും വേർപെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 1 വർഷത്തോളമായി തന്നെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നത്. മർദ്ദനം സഹിക്കാനാവാതെ വന്നപ്പോൾ പെൺകുട്ടി വീട് വിട്ടിറങ്ങി പോവുകയായിരുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ ഗോപിയേട്ടനെ BJP അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നല്ല, സസ്പെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ, എല്ലാവർക്കും അവരുടെ ഇമേജ് കീപ്പ് ചെയ്യണ്ടേ. അപ്പം മറ്റൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തേഞ്ഞ ചെരുപ്പുകൾ, തേഞ്ഞ ഷൂസൊക്കെ നമ്മൾ ഉപേക്ഷിക്കും. കരുതിട്ടോണ്ട് നടന്നു കഴിഞ്ഞാൽ കാൽപാദം പൊട്ടുകയും അപ്പോൾ അതേപോലെ തന്നെ തേഞ്ഞ സ്വഭാവമുള്ളവർ അതൊന്ന് മാറ്റുന്നത് നല്ലതാണ്. കാര്യം ഈ നിങ്ങളുടെ തേഞ്ഞ സ്വഭാവം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തേഞ്ഞ ചെരുപ്പിട്ട അവസ്ഥയല്ല, ജീവിതം തന്നെ തുലഞ്ഞു പോകും. യാതൊരു സംശയവും വേണ്ട.